തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 48 മണിക്കൂറേ ആയുള്ളൂ. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായി UDFന് അനുകൂലമായി ഒരു തരംഗമുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നു. ആ വിലയിരുത്തൽ എല്ലാവരും ഒരുമാതിരി സമ്മതിക്കുന്നു. ഇടതുപക്ഷ കേന്ദ്രങ്ങൾ അത്രമേൽ അവകാശവാദം തുടർഭരണത്തിൽ ഇപ്പോൾ ഉന്നയിക്കുന്നില്ല. എന്നാൽ UDF പാളയത്തിൽ നിന്ന് 100 സീറ്റ് 90+ എന്നൊക്കെ പറയുന്ന കഥകളൊക്കെ കേട്ടു തുടങ്ങിയിരിക്കുന്നു. 10 വർഷത്തോളം മരുഭൂമിയായി കിടന്നതാണ്. ആ മരുഭൂമിയായി കിടന്ന 10 വർഷത്തിനിടയിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ പോസിറ്റീവ്സിനേക്കാൾ കൂടുതൽ 10 വർഷത്തെ ഭരണത്തിൻ്റെ നെഗറ്റീവ്സാണ് ഒരു വലിയ അല്ലെങ്കിൽ പുഷിംഗ് ഫോഴ്സായി മാറിയത്. അതിലൊരുപാട് ഘടകങ്ങളുണ്ട്. അത് വരും ദിവസങ്ങളിൽ പറയാം. നമ്മൾ സാധാരണ പറയും തോൽവി എപ്പോഴും അനാഥമായിരിക്കും, യത്തീമായിരിക്കും. വിജയം എപ്പോഴും ഒരുപാട് മാതാക്കന്മാരൊക്കെ ഉണ്ടാവും വിജയത്തിന്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിജയിക്കുമെന്ന മണം വരുന്നതിന് മുമ്പ് തന്നെ സാമൂഹ്യ മാധ്യമത്തിലൂടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു തുടങ്ങി നമ്മുടെ പല ഹാൻഡിലുകളും പല പേജുകളുമൊക്കെ. ഇത് കേട്ടാൽ തോന്നുക മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ഒരു പ്രോട്ടോക്കോൾ ഫേസ്ബുക്കിലൂടെയാണ് കോൺഗ്രസ് ഇത്രയും നാൾ വരെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് തോന്നും. എഴുതി തള്ളി മറിക്കുകയാണ്. സത്യത്തിൽ അവരെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്. ആരാകും മുഖ്യമന്ത്രി, ആരാകും ഉപമുഖ്യമന്ത്രി, അങ്ങനെ ഉണ്ടാവുമോ, പിന്നെ അതുകൂടാതെ മന്ത്രിമാരെങ്ങനെയാവും, ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡാണ് ആലോചിച്ച് തീരുമാനിക്കുക. ഇപ്പോൾ കർണാടകയിൽ, തെലങ്കാനയിൽ, എല്ലാ സംസ്ഥാനത്തും ഇതുപോലെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരെ തീരുമാനിച്ചതെല്ലാം ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചിച്ച് ഹൈക്കമാൻഡാണ്, കേന്ദ്ര നേതൃത്വമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഒരു പിക്ചർ. രാഹുൽ ഗാന്ധി 3 പേരെയും അല്ലെങ്കിൽ 4 പേരെയും ഒപ്പം നിർത്തി ഒരാളിൻ്റെ കൈപൊക്കുന്ന ചിത്രങ്ങൾ പണ്ടുണ്ടായിരുന്നു. അതിനൊരു രീതിയുണ്ട്. കേന്ദ്ര നിരീക്ഷക സംഘം വരും, പാർലമെൻ്ററി പാർട്ടി യോഗം വിളിക്കും, മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം നടത്തും, മുഖ്യമന്ത്രിയെ തീരുമാനിക്കും. ഇത് അതിനു മുമ്പ് തന്നെ അവരവർക്കിഷ്ടപ്പെട്ട നേതാക്കളുടെ പേരും മേൽവിലാസവും വെച്ച് അവരുടെ വീരചക്രങ്ങളെല്ലാം കൂടി എഴുതി പിടിപ്പിച്ച് അത് ഓരോരുത്തർ പങ്കുവെച്ച് അതിൻ്റെ അടിയിൽ വന്ന് ബാക്കി എല്ലാവരും കൂടി വേറെ നേതാക്കളെ തെറി വിളിച്ച് എന്ത് സന്ദേശമാണ് ഈ ആദ്യ മണിക്കൂറിൽ തന്നെ സമൂഹത്തിന് കൊടുക്കുന്നത്? എന്താണ് നിങ്ങൾ കൊടുക്കുന്നത്? എന്താണിതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആളുകൾ തീരുമാനിക്കുമ്പോൾ ഫേസ്ബുക്ക് എടുത്ത് ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആളിനാണോ മുഖ്യമന്ത്രിയാക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കമൻറ്റ് കിട്ടിയ ആളിനെയാണോ? ഇത് എഴുതി വിടുമ്പോൾ 100% എല്ലാവർക്കും അറിയില്ലേ എവിടെ നിന്നാണ്, എങ്ങനെയാണ്, എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്നൊക്കെ ഉള്ളത്. ഒരു നിര നേതാക്കളുണ്ട്. പിന്നെ എന്താ പറയുന്നത്, മുഖ്യമന്ത്രിയാകാൻ പരിഗണിക്കാൻ കഴിയുന്ന ഒരു നിര നേതാക്കളുണ്ട് കോൺഗ്രസ്സിൽ, 1 ഡസനോളം പേർ. അങ്ങനെ ഒരുപാട് പേർക്ക് അനുയായികളുമുണ്ട്. കണ്ടില്ലായിരുന്നോ? ഇലക്ഷൻ സമയത്ത് പോലും സ്ഥാനാർത്ഥി നിർണയ വേളയിൽ തന്നെ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു, അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് കർണാടക തെരഞ്ഞെടുപ്പാണ്. എല്ലാവരും പറഞ്ഞു അവിടെ ചർച്ച നടക്കുന്നു, DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സംഗതി വന്നപ്പോഴോ സിദ്ധാരാമയ്യയാണ് അവിടെ മുഖ്യമന്ത്രിയായത്. ഇപ്പോൾ ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അവിടെ MP ആയിരിക്കുന്ന സൗരവ് ഗൊഗോയിയാണ് അവിടെ പിന്നെ ഇലക്ഷൻ നയിക്കുന്നതും അവിടെ നേതാവായി നിന്ന് കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പല സാഹചര്യങ്ങളും പല രീതികളും അനുസരിച്ച് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആ തീരുമാനിക്കുന്നതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ എല്ലാവരും കൂടി പോസ്റ്റും കമൻറ്റും ഇട്ട് അതുകൊണ്ട് അത്തരം യന്ത്രങ്ങൾ ദയവായി നിർത്തിവെക്കണം. തീരുമാനിക്കാനുള്ള അവകാശം ഒരു പാർട്ടിക്ക് കൊടുക്കണം. ആ പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത്. ആ പാർട്ടിയാണ് സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ ആവശ്യമായ കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് നൽകിയത്. ആ പാർട്ടിയാണ് നേതാക്കളെ വിനിയോഗിച്ച് ഓരോ സ്ഥലങ്ങളിലും ഇലക്ഷൻ കൺവീൻ ചെയ്തത്. ആ പാർട്ടിയാണ് നേതാക്കൾക്ക് പ്രവർത്തിക്കാനുള്ള മേൽവിലാസം, കോൺഗ്രസ് നേതാവ്, KPCC പ്രസിഡൻറ്റ്, KPCC സെക്രട്ടറി, പ്രതിപക്ഷ നേതാവ്, പിന്നെ MLA, മുൻ മന്ത്രി, മുൻ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞ് വിവിധ തരം മേൽവിലാസങ്ങൾ നൽകിയത്. അതുകൊണ്ട് ആ കോമഡി അങ്ങ് അവസാനിപ്പിക്കണമെന്നുള്ളതാണ് വിനീതമായ അഭ്യർത്ഥന. എന്നിട്ട് നമ്മൾ വേറെന്തെങ്കിലുമൊക്കെ സൃഷ്ടിപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നതാവും ആ പാർട്ടിക്ക് ഗുണമുണ്ടാവുക.